പറയട്ടെ അതെയോ? അതായത് 9 പീസ് ചപ്പാത്തി ഉണ്ട് ഇപ്പൊ. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഇപ്പൊ ഡൽഹിയിലാണ്. കണ്ടില്ലേ? എവിടെ പോകുന്നത് നമ്മള്? താജ്മഹൽ കാണാൻ വേണ്ടിട്ട് ഞങ്ങളിപ്പോ ടുക്ടുക്കിൽ കയറിയിട്ട് ടുക്ടുക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം അവിടെ വെഹിക്കിള് ഇങ്ങനെ പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓട്ടോ റൂമിൽ നിന്ന് ടുക്ടുക്ക് കയറി എല്ലാം റെഡിയായി സെറ്റാക്കി രാവിലെ തന്നെ താജ്മഹൽ കാണാൻ. ബാക്കിയുള്ള വീഡിയോസിൽ കാണാം. ഈ റൈഡ് കൊള്ളാം. പിന്നെ നല്ല പോലെ കൊള്ളാം. എവിടാ? അവിടെ ഡോഗ് ഉണ്ടാ? അവിടെ ഡോഗ്. എനിക്ക് ഇവിടെ ഒരുപാട് ഡോഗ്. നമ്മൾ എത്രയും നേരത്തെ പോകുന്നു അത്രയും നല്ലത്. കാരണം നമുക്ക് റഷ് കുറവായിരിക്കും താജ്മഹലിൽ. പിന്നെ ടിക്കറ്റ് മാക്സിമം ഓൺലൈനിൽ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓൺലൈനിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്യൂ കാര്യങ്ങൾ കിട്ടുന്ന ആവശ്യം. ഇതാണ് താജ്മഹലിൻ്റെ എൻട്രൻസ്. അങ്ങനെ ആ ലോകാത്ഭുതത്തെ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്കുണ്ട് കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളുടെ അകത്തേക്ക് കടന്നു. താജ്മഹൽ കാണാൻ തുടങ്ങി. ഇതാണ് മെയിൻ ഗേറ്റ് താജ്മഹലിൻ്റെ. നമുക്ക് എന്തായാലും ഒരു ഫോട്ടോഗ്രാഫറെ കിട്ടിയിട്ടുണ്ട് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. അങ്ങനെ ആ വെണ്ണക്കൽ ഗോപുരം ഞങ്ങളുടെ കൺമുന്നിൽ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. എന്തായാലും കല്യാണത്തിന് എടുക്കാൻ പറ്റില്ല, അത് ഇപ്പോൾ എടുത്തു. കല്യാണത്തിൻ്റെ ആൽബം ഇപ്പം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അതെ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. വെയിൽ വന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ താജ്മഹലിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല, നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇതേ ആ ഒഴുകുന്നതാണ് യമുന നദി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളും കൂടെ കണ്ട് താജ്മഹലിനെ കണ്ണിറയെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ വണ്ടീനെ ഞങ്ങൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. ഇപ്പോൾ ഞങ്ങൾക്ക് പുത്തനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ഡൽഹിയിലേക്കാണ്. ഇനി ഡൽഹിയിലേക്ക് പോവാം. ഞങ്ങളങ്ങനെ ആഗ്രയിൽ നിന്ന് ഇറങ്ങി ആഗ്ര വിടാൻ പോകുന്നു. ഇവിടുത്തെ റൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡാണ്. ഇവിടുത്തെ ടുക് റൈഡ് എൻ്റെ പൊന്നൊന്നും പറയാനില്ല. കുറച്ച് നമ്മൾ രാവിലെ പോയപ്പോഴത്തേക്ക് എടുത്തല്ലോ. ആ, ഇപ്പൊ ഇനി നേരെ പോകുന്നത് എങ്ങോട്ടാ?
ഡൽഹി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് യമുന എക്സ്പ്രസ് വേ. 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഡൽഹി എത്താം. നമ്മളങ്ങനെ ഫൈനലി ഡൽഹി എത്തി. വെൽക്കം ടു ഡൽഹി, നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ. ബ്ലോക്ക് നോക്കി, ട്രാഫിക് ഇവിടെ ഫുള്ള്. നമ്മളിപ്പോ എന്തായാലും ഇന്ന് ഡൽഹി ഇറങ്ങുന്നില്ല, നേരെ ഇപ്പോ റൂമിലേക്കാ പോകുന്നേ. ഞങ്ങൾക്കിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു, കാരണം ആഗ്രയിൽ നിന്ന് ഇറങ്ങി ഡൽഹിയിലേക്ക് ഒറ്റൊരു എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ എവിടെയും നമുക്ക് നിർത്തി കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡൽഹി എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇവിടുത്തെ ഫേമസ് ചോലെ കുൽച്ച ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. അങ്ങനെ നമ്മൾ 2 ചോലെ കുൽച്ച മേടിച്ചു, വണ്ടിയിൽ തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ തലസ്ഥാന നഗരി, കണ്ടില്ലേ? നമ്മളിപ്പോൾ പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാർലമെന്റ് ഇത് അങ്ങോട്ട് നോക്കി, ഇവിടെയാണ് പരേഡ് നടക്കുന്നത്. ഇവിടെ അല്ലേ പരേഡ് നടക്കണേ? പാർലമെന്റ് തന്നെയല്ലേ അത്? ഞങ്ങളിവിടെ വഴിതെറ്റി കുറേ കിടന്ന് കറങ്ങി. അങ്ങനെ ഇങ്ങനെ ഒടുവിൽ ഞങ്ങൾ റൂമിലെത്തി അവസാനം. ഇനിയിപ്പോൾ ഡൽഹി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആരും മറക്കണ്ട, എല്ലാവരും ഞങ്ങളുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ. Ajab sa